നമസ്കാരം. കൊറിയൻ ഉപദ്വീപിലെ ശീതക്കാറ്റ് ഇന്ന് ലോകമെമ്പാടുമുള്ള അധികാര കേന്ദ്രങ്ങളെ തണുത്തുറഞ്ഞ ഭയത്തിന്റെ മുനയിൽ നിർത്തിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും അടഞ്ഞ രാജ്യങ്ങളിലൊന്നായ ഉത്തര കൊറിയ, അതായത് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, അതിന്റെ യുവ നേതാവായ കിം ജോങ് ഉന്നിന്റെ ഇച്ഛാശക്തിക്ക് കീഴിൽ ഒരു പ്രാദേശിക പ്രശ്നം എന്നതിലുപരി ഒരു ആഗോള പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആണവായുധങ്ങളുടെയും അത് വഹിക്കാൻ കഴിവുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെയും നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ പോങ്യാങ് ലോകശക്തികളെ, പ്രത്യേകിച്ച് ഏറ്റവും വലിയ ശത്രുവായ അമേരിക്കൻ ഐക്യനാടുകളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദ്യം സൈന്യം എന്ന നയത്തിൽ അടിയുറച്ച് കിം ഭരണകൂടം തങ്ങളുടെ ആണവശേഷി അമേരിക്കൻ മണ്ണിൽ പോലും പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്നത്ര വികസിപ്പിച്ച് ലോകരാഷ്ട്രീയത്തിൽ സന്തുലിതാവസ്ഥയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത്തരം നീക്കങ്ങളിലൂടെ ആധുനിക കാലത്തെ ഏറ്റവും ഭീഷണി ഉയർത്തുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായി ഉത്തര കൊറിയ എങ്ങനെ നിലകൊള്ളുന്നു എന്നും അമേരിക്കയെ ലക്ഷ്യമിട്ടുള്ള ആ രാജ്യത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ എങ്ങനെയാണ് പുതിയൊരു ശീതയുദ്ധ ഭീതിക്ക് തിരികൊളുത്തുന്നതെന്നും നാം പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും അടഞ്ഞ രാജ്യങ്ങളിലൊന്നായിട്ടുള്ള ഉത്തര കൊറിയ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, അവിടുത്തെ നേതാവായ കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളിലൂടെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു വലിയ ഭീഷണിയായി ഇപ്പോൾ നിലകൊള്ളുന്നത്. ഉത്തര കൊറിയയുടെ ഭീഷണി പ്രധാനമായും അതിന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയിലും ഈ മിസൈലുകളിൽ വഹിക്കാൻ കഴിയുന്ന അണുബോംബുകൾ നിർമ്മിക്കാനുള്ള അവരുടെ കഴിവിലും അധിഷ്ഠിതമാണ്. വർഷം തോറും അവർ നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വരെ എത്താൻ കഴിവുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ നിരന്തരം വെല്ലുവിളിക്കുകയാണ്. ഇപ്പോഴും ഈ പരീക്ഷണങ്ങൾ പതിവായി ജപ്പാന്റെയും ദക്ഷിണ കൊറിയയുടെയും വ്യോമാതിർത്തിക്ക് സമീപം എത്തുന്നത് ഈ രാജ്യങ്ങൾക്കും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ ഭീഷണിയെ പ്രതിരോധിക്കാനായി അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ സഖ്യരാജ്യങ്ങളുമായി ചേർന്ന് സൈനിക പരിശീലനങ്ങൾ ശക്തിപ്പെടുത്തുകയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഒക്കെ മേഖലയിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ ആയുധ നിർമ്മാണ പരിപാടികൾക്ക് ധനസഹായം ലഭിക്കുന്നത് തടയാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഈ ഉപരോധങ്ങളൊന്നും വകവയ്ക്കാതെ അവർ ആയുധ പരിശീലനങ്ങൾ തുടർന്നു പോരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഉത്തര കൊറിയൻ വിഷയത്തിൽ എടുക്കേണ്ടി വരുന്ന നയപരമായ നിലപാട് എപ്പോഴും സങ്കീർണം തന്നെയാണ്. അതായത് എന്ത് തീരുമാനം എടുക്കണം എന്നത് വലിയ ചോദ്യമാണ് ഇവിടെ. കിം ജോങ് ഉന്നുമായി മുൻപ് നടന്ന ഉച്ചകോടി ചർച്ചകൾക്ക് പോലും അദ്ദേഹത്തിന്റെ ആയുധ നിർമ്മാണ ലക്ഷ്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഇവിടെ എടുത്തു പറയണം. അതിനാൽ നയതന്ത്രത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും ഏത് നിമിഷവും ഉണ്ടാകുന്ന പ്രകോപനങ്ങളെ നേരിടാൻ അമേരിക്കൻ സൈന്യം തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഉത്തര കൊറിയയുടെ നീക്കങ്ങൾ കൊറിയൻ ഉപദ്വീപിൽ യുദ്ധത്തിന് സാധ്യത ഉണ്ടാക്കുകയും അത് ലോക സമാധാനത്തിന് തന്നെ വലിയ ഭീഷണിയാവുകയും ചെയ്യുമോ എന്ന ഭയമാണ് അമേരിക്കയും അതുപോലെ തന്നെ മറ്റു ലോകത്തെയും ഇപ്പോൾ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഉത്തര കൊറിയയുടെ ആയുധശേഷി അമേരിക്കൻ ഐക്യനാടുകൾക്ക് എത്രത്തോളം ഭീഷണിയാണ് എന്ന ചോദ്യം ആഗോള സുരക്ഷാ വിദഗ്ധർക്കിടയിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഭയത്തോടെയാണ് അവർ ഇതിനെ നോക്കിക്കാണുന്നത്. ഉത്തര കൊറിയയുടെ ആയുധപ്പുര കേവലം ഒരു പ്രാദേശിക ഭീഷണി എന്നതിലുപരി അമേരിക്കയുടെ സ്വന്തം മണ്ണിലേക്കും സഖ്യകക്ഷികളിലേക്കുമുള്ള നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് വളർന്നിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ ഭീഷണിയുടെ കേന്ദ്രബിന്ദു അവരുടെ ആണവായുധ ശേഷിയും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും തന്നെയാണ്. ഈ ICBMകൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏതൊരു ലക്ഷ്യസ്ഥാനത്തും, അതായത് എത്ര ദൂരത്തും ആണവായുധങ്ങൾ എത്തിക്കാൻ കഴിവുള്ളവയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രത്തോളം മാരകമാണെന്നാണ് പറയുന്നത്. ഇത് അമേരിക്കൻ നയതന്ത്രജ്ഞരെയും സൈനിക നേതൃത്വത്തെയും സംബന്ധിച്ച് പരമപ്രധാനമായിട്ടുള്ള ആശങ്ക തന്നെയാണ്. ഇവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിലുണ്ട് എങ്കിലും ഒരു ആണവ പ്രഹരത്തെ പൂർണ്ണമായും തടയാൻ കഴിയുമോ എന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, ആണവായുധം ഉപയോഗിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഉത്തര കൊറിയയുടെ ഭയം അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളായിട്ടുള്ള ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഉത്തര കൊറിയ പതിവായി പരീക്ഷിക്കുന്ന ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ ഈ രാജ്യത്തെ എളുപ്പത്തിൽ ലക്ഷ്യം വെക്കാൻ കഴിവുള്ളവയാണ്. ഇത് ഈ രാജ്യങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. ദക്ഷിണ കൊറിയയിലെ പ്രധാന നഗരമായിട്ടുള്ള സോളിൽ ജനസാന്ദ്രത കൂടുതലാണ്. ഉത്തര കൊറിയയുടെ പരമ്പരാഗത ആർട്ടിലറി ആക്രമണത്തിന് പോലും ഇത് സാധ്യതയുണ്ട്. ഈ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അമേരിക്കയുടെ നയതന്ത്രപരമായ പ്രതിബദ്ധതയാണ്. അതിനാൽ ഉത്തര കൊറിയയുടെ ഓരോ ആയുധ പരീക്ഷണവും അമേരിക്കയുടെ പ്രതിരോധ ഉടമ്പടികൾക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സൈനിക ശക്തിക്ക് പുറമെ ഉത്തര കൊറിയ ലോകമെമ്പാടുമുള്ള സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങളും
ഏറെ ശ്രദ്ധേയമാണ്. ബാങ്കിംഗ് സ്ഥാപനങ്ങളെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുള്ള സൈബർ പ്രവർത്തനങ്ങൾ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ അവരുടെ തന്നെ രഹസ്യ സൈനിക നീക്കങ്ങൾക്കും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ വേണ്ടിയാണ് അവർ പ്രധാനമായും ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉത്തര കൊറിയയുടെ ആണവായുധങ്ങൾ, അതായത് ICBMകൾ, പ്രാദേശിക മിസൈലുകൾ, സൈബർ കഴിവുകൾ എന്നിവയെല്ലാം അമേരിക്കയുടെ നേരിട്ടുള്ള സുരക്ഷയ്ക്കും സഖ്യകക്ഷികളുടെ സുരക്ഷയ്ക്കും ആഗോള സ്ഥിരതയ്ക്കും ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നതിൽ യാതൊരുവിധ ചോദ്യവുമില്ല. ഈ ഭീഷണിയാണ് അമേരിക്കയുടെ കൊറിയൻ ഉപദ്വീപിലെ നയതന്ത്ര നീക്കങ്ങളെയും അതുപോലെ തന്നെ സൈനിക സന്നാഹങ്ങളെയും സജീവമാക്കി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. കിം ജോങ് ഉന്നിന്റെ ഏകാധിപത്യ ഭരണം ഉത്തര കൊറിയയുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതും സങ്കീർണവുമാണ്. അദ്ദേഹം തന്നെയാണ് ഇതിനൊക്കെ കാരണവും. ഏകാധിപത്യത്തിന്റെ പരമ്പരാഗത രീതികൾ തുടരുമ്പോഴും കിമ്മിന്റെ ഭരണത്തിൽ ചില മാറ്റങ്ങൾ നമുക്ക് കാണാനാകും. ഏറ്റവും പ്രകടമായ മാറ്റം ആണവായുധ നിർമ്മാണത്തിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നൽകിയ അമിത പ്രാധാന്യമാണ്. ഉത്തര കൊറിയയിൽ പട്ടിണിയുണ്ട്, പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടത് ഇതൊക്കെ തന്നെയാണ്. ബോങ്ജിൻ എന്ന നയം നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനോടൊപ്പം തന്നെ ആണവശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കിം ജോങ് ഉൻ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇതിന്റെ ഫലമായിട്ട് ഉത്തര കൊറിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ICBMsകൾ ഉൾപ്പെടെയുള്ള ആണവ മിസൈൽ പരീക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ പ്രതിരോധത്തിനായി GDPയുടെ വലിയൊരു ഭാഗം ചെലവഴിക്കുന്നതിനാൽ ഇത് രാജ്യത്തിന്റെ മറ്റ് സുപ്രധാന മേഖലകളായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തെയും അതുപോലെ തന്നെ പൗരന്മാരുടെ ക്ഷേമത്തെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ മുൻ ഭരണാധികാരികളുടെ കാലത്തെ അപേക്ഷിച്ച് കിമ്മിന്റെ കീഴിൽ അനൌദ്യോഗിക കമ്പോളങ്ങൾ, അതായത് ജാങ് മഡാങ് എന്നാണ് അവർ പറയുന്നത്, ഇത് കൂടുതലായിട്ട് വളർന്നിട്ടുണ്ട്. 90കളിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം സർക്കാർ റേഷൻ സംവിധാനം തകർന്നതിനെ തുടർന്ന് ഉടലെടുത്ത ഈ കമ്പോളങ്ങളാണ് പല ഉത്തര കൊറിയക്കാർക്കും ഭക്ഷണവും അതുപോലെ തന്നെ മറ്റ് അത്യാവശ്യ വസ്തുക്കളും ലഭ്യമാക്കുന്നത്. വിപണിയുടെ ഈ വളർച്ച ഒരു പരിധിവരെ സാമ്പത്തിക വീണ്ടെടുപ്പിന് കാരണമായിട്ടുണ്ട് എങ്കിലും ഇത് രാജ്യത്തിനുള്ളിൽ ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ സമ്പത്ത് മധ്യ ഉയർന്ന വരുമാനക്കാർക്ക് അനുകൂലമായി വിതരണം ചെയ്യപ്പെടുകയും ചെയ്തു. അതായത് ദാരിദ്ര്യത്തിലേക്കും സമ്പന്നർ സമ്പന്നതയിലേക്കും പോകുന്നു. സർക്കാർ ഇപ്പോഴും കേന്ദ്രീകൃത ആസൂത്രണമുള്ള സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടരുന്നത് എങ്കിലും താഴെത്തട്ടിലുള്ള വിപണികളുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായും സാമൂഹികപരമായും കിം ജോങ് ഉൻ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥരെയും സൈനിക നേതൃത്വത്തെയും ശുദ്ധീകരിക്കുന്ന നടപടികൾ സ്വീകരിച്ചു എന്നത് സത്യമാണ്. വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ വീണ്ടും ഭരണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറ്റി. ഈ നീക്കങ്ങൾ കിമ്മിന്റെ വ്യക്തിപരമായ ശക്തി വർദ്ധിപ്പിച്ചുവെങ്കിലും ഇത് ഭരണകൂടത്തിൽ ഭയത്തിന്റെ അന്തരീക്ഷം നിലനിർത്താൻ കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് ഭയമാണ്. ഉത്തര കൊറിയയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകമെമ്പാടും വലിയ ആശങ്ക ഉയർത്തുന്ന വിഷയം തന്നെയാണ്. പക്ഷേ പ്രതിരോധിക്കാൻ വഴിയില്ല. ഭരണകൂടത്തിനെതിരായ വിമർശനങ്ങൾ അടിച്ചമർത്തുന്നതും രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കുന്ന തൊഴിൽ ക്യാമ്പുകൾ നിലനിർത്തുന്നതും കിമ്മിന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ ഇരുണ്ട മുഖങ്ങൾ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ കിം ജോങ് ഉന്നിന്റെ ഭരണം ആണവ ശക്തി എന്ന നിലയിൽ ഉത്തര കൊറിയയുടെ സ്ഥാനം ഉറപ്പിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഒരു കാരണമായിട്ടുണ്ട്. വിപണി വളർന്നു വന്നു എങ്കിലും രാജ്യത്തിന്റെ ഭൂരിപക്ഷം പൗരന്മാരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാരിന് ഇന്നും കഴിയുന്നില്ല. അവർ അതിദാരിദ്രരായി കഴിയുകയാണ്. പക്ഷേ ശബ്ദമുയർത്തിയാൽ, ഭരണാധികാരിക്കെതിരെ എന്തെങ്കിലും ഒന്ന് ശബ്ദിച്ചാൽ അവിടെ മരണം അവർക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അടിമകളായി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഉത്തര കൊറിയയിൽ. അതേസമയം തന്നെ ആണവായുധങ്ങളും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ഉൽപ്പാദിപ്പിച്ചും നിർമ്മിച്ചും പരീക്ഷിച്ചും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടുന്നു എന്ന് പറയാതെ വയ്യ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അറിവുകളും പങ്കുവെക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.